ഹലോ, ഇന്നത്തെ പുതിയ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പ്ലാന്റുകളിൽ നിറച്ച് പൂക്കളും അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറികളിലാണെങ്കിലും നിറയെ കായ്കളും ഒക്കെ വരാനായിട്ട് ഈ വളം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അതെങ്ങനെ തയ്യാറാക്കുന്നതാണ് കാണിക്കുന്നത്. അതിനായിട്ട് നമുക്കിവിടെ അരി കഴുകിയ വെള്ളം അതുപോലെ തന്നെ കഞ്ഞിവെള്ളം ഒക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിൽ അരി കഴുകിയ വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ എടുത്തത്, അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം എടുക്കുന്നത് കാണിക്കാത്തത് കേട്ടോ. ഇത് നമുക്ക് 3 ദിവസത്തേക്ക് നമുക്ക് പച്ചക്കറി വേസ്റ്റും ഇതൊക്കെ ഇതിലേക്ക് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഉള്ളിത്തോലും അതുപോലെ തന്നെ പഴത്തിൻ്റെ വേസ്റ്റ് ഇതൊക്കെ നമുക്ക് വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കുന്നതാണ്. പിന്നെ 2 ബെല്ലമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബെല്ലം ഇട്ട് വയ്ക്കുക കേട്ടോ. നന്നായി ഇളക്കി വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ എടുക്കുന്നത് ബക്കറ്റാണെങ്കിൽ ബക്കറ്റിനനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു മൂടി വെച്ച് നമുക്ക് നന്നായി അടച്ച് വെക്കണം കേട്ടോ. പിന്നെ ഇത് 3 ദിവസത്തിന് മുമ്പ് തയ്യാറാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പരുവത്തിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇതിൽ കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളമൊക്കെ നമ്മളിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് കേട്ടോ തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിക്കുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മൾ വേറെ ബക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വെച്ച് അരിപ്പിയിലാണെങ്കിൽ ഉപയോഗിക്കുന്നതെന്നാൽ അതെടുക്കാം കേട്ടോ. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഈ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഈ പച്ചക്കറി വേസ്റ്റൊന്നും നമുക്ക് കിട്ടില്ല. അതുപോലെ തന്നെ കണ്ടോ, ചായപ്പൊടിയാണെങ്കിൽ നമുക്കിതിലേക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെള്ളം മാത്രമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പം ഈ വേസ്റ്റ് നമുക്ക് ഏതെങ്കിലും ചെടികളുടെ അടിയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നമ്മൾ അരിച്ചെടുത്ത വെള്ളമാണ് കേട്ടോ കാണിക്കുന്നത്. അതിനടുത്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് 2 ഇരട്ടി വെള്ളം ഒഴിക്കണം കേട്ടോ. ഇത്രയും നമുക്ക് കിട്ടിയിട്ടുള്ളൂ വെള്ളം. അതിൽ 2 ഇരട്ടി വെള്ളം, 2 ബക്കറ്റ് വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിൽ ഒഴിക്കുന്നത്. അങ്ങനെ 2 ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചായിട്ട് ഒഴിച്ചിട്ട് 2 ബക്കറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ ബക്കറ്റിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിച്ചിട്ട് വെള്ളം എടുത്തിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് കലരുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെ മിക്സ് ചെയ്യാം കേട്ടോ. വെള്ളത്തിന് 2 ഇരട്ടി വെള്ളം എന്ന് പറയുമ്പോൾ 2 ബക്കറ്റ് വെള്ളമാണ് കേട്ടോ ഒഴിക്കേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും കലരുക കേട്ടോ. ഇതാണ് നമ്മൾ കലർന്ന് വെച്ച വെള്ളം കേട്ടോ. 2 ബക്കറ്റ് വെള്ളമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കലർന്നിട്ട്. കണ്ടോ, ഇതുപോലെ ആയിരിക്കും നമുക്ക് വെള്ളം കിട്ടുന്നത്. 2 ബക്കറ്റ് വെള്ളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചിട്ട് കേട്ടോ. ഈ വെള്ളം നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ബോട്ടലിൻ്റെ മൂടി 5-6 ഓട്ടകളാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിങ്ങളുടെ വീട്ടിൽ സ്പ്രേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത് കേട്ടോ. അതുപോലെ മൂടിയിൽ ഓട്ടയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതാണ് നല്ലത്. ഇതുപോലത്തെ സ്പ്രേ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാപ്പിപ്പൊടിയൊക്കെ ഇടുമ്പോൾ അതിനുള്ളിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. പിന്നെ വർക്കാവില്ല കേട്ടോ അത്. അതുകൊണ്ടാണ് നമ്മൾ ബോട്ടിൽ ഉപയോഗിച്ച് ചെയ്യുന്നത്. ഈ ബോട്ടിൽ എടുത്ത് വെച്ചാൽ മാത്രം മതി. പിന്നെ നമുക്ക് ഇത് തയ്യാറാക്കുമ്പോൾ പിന്നെ ഈ ബോട്ടിൽ തന്നെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഇലകളിലൊക്കെ നന്നായി തെളിച്ച് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ എല്ലാ പ്ലാന്റുകളും. അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറികളാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ പച്ചക്കറി ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല കായ്കളൊക്കെ നമുക്ക് കിട്ടും കേട്ടോ ഈ വളം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്ക് നിറച്ച് പൂക്കൾ കിട്ടും കേട്ടോ. നേരത്തെ ബോഗൺവില്ല വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലാവും നിറച്ച് പൂക്കളായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം.